ശുശ്രൂഷ ചെയ്യുന്ന നമുക്കെല്ലാവർക്കും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ കൂടി വരാൻ സാധിക്കുന്നത് ദൈവത്തിന് അനുഗ്രഹമായിട്ട് കരുതുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അത് ജനങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ അംഗീകാരമുള്ള ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും സന്തോഷം അനുഭവിക്കുന്നത്. ക്രിസ്മസിൻ്റെ നാളുകൾ എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാളുകളായിട്ട് നാം മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യും. ക്രിസ്മസിൻ്റെ സന്ദേശം അതാണ്. സമാധാനത്തിൻ്റെ ഋതുവായിട്ട് എല്ലാവർക്കുമുള്ള സന്തോഷവും നൽകുന്നതിനായിട്ട് സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെയും ലോകത്തിലേക്ക് അയക്കുക. ഒരു സാധാരണ മനുഷ്യനായി ദൈവപുത്രൻ ബേത്ലഹേമിൽ പിറക്കുകയും ചെയ്യും. എല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് ചുറ്റുപാട് നോക്കുന്ന സമയത്ത് അക്രമവും അനീതിയും യുദ്ധവും യുദ്ധക്കെടുതികളും പലായനങ്ങളും പ്രവാസങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ലോകമാണ് നാം കാണുന്നത്. നമ്മുടെ ചുറ്റുപാടും മാത്രമല്ല, യേശു ജനിച്ച പലസ്തീൻ നാട്ടിലും ഇന്ന് യുദ്ധം നടക്കുകയാണ്. അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 10,000-കണക്കിന് പേർക്ക് വസ്തുവകകൾ നഷ്ടപ്പെട്ട് റെഫ്യൂജി ക്യാമ്പുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റ് ഇടങ്ങളിലും താമസിക്കുകയാണ്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നിരവധി പേര്. അവരുടെ മധ്യേ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് സാധിക്കുക? ക്രിസ്മസിന്റെ സന്ദേശം എങ്ങനെയാണ് ഈ സമയത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുക? ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. മീഡിയയിലൂടെ നാം ചിത്രങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പലസ്തീൻ നാട്ടിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും ഇതുപോലെ പലതരത്തിലുള്ള അക്രമവും അനീതിയും എല്ലാം നടക്കുന്നു. അതിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ആധിക്യം എങ്ങനെയാണെന്ന് മാത്രമേ ഒരാളുള്ളൂ. ഇവിടെ നാം ഓർക്കേണ്ടുന്ന ഒരു ദൈവവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യം. അവിടെ ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാടും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാടും. ഒരു ചെറിയ കുട്ടി അവയെ നടും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈകോൽക്കുന്നു. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്ങിൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ കൂട്ടിൽ കൈയിടും. ഇങ്ങനെയൊരു ചിത്രം പ്രവാചകൻ വരച്ചു വയ്ക്കുക. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം പറയുന്നത്? ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ ഒന്ന് മനസ്സിലാക്കി തരാനാണ് ഈ മൃഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ സിംഹമുണ്ട്, ചെന്നായുണ്ട്, കുഞ്ഞാടുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, കോലാട് ഉണ്ട്, പശുക്കിടാവുണ്ട്, ചെറിയ കുട്ടിയുണ്ട്, ബാലസിംഹമുണ്ട്, അടുപ്പിച്ച മൃഗമുണ്ട്. ഇങ്ങനെ നിരവധി മൃഗങ്ങളുണ്ട്. മാത്രമല്ല ഇടജന്തുക്കളുണ്ട്, അടലിയുണ്ട്, മൂർഖനുണ്ട്. ഇതിനിടയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മുടെ സമൂഹം ഇതുപോലെയാണ്. അടലികളുണ്ടാവും, സിംഹമുണ്ടാവും, കരടിയുണ്ടാവും. ചിലപ്പോൾ നമ്മൾ തന്നെയായിരുന്നു സിംഹം, കരടി, ചെന്നായി, കടുപ്പിച്ച മൃഗം, കോലാട്ട് കുട്ടികൾ, അങ്ങനെയല്ലേ? ആണോ? ഇവരെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള സ്വഭാവമുള്ള ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവം
ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഇത് നമുക്കായി ദാനം നൽകുകയും ചെയ്തു. നാം അധിവസിക്കുന്ന ഭൂമി നമുക്ക് ദൈവം ദാനമായിട്ട് നൽകിയതാണ്. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വേദപുസ്തകം അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ നമുക്ക് മഹത്വത്തിനായിട്ടാണ് തൻ്റെ സൃഷ്ടികൾക്കായിട്ട് നൽകുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഒരു തലമുറയ്ക്കോ ഒരു ജനതയ്ക്കോ മാത്രമല്ല ഈ ഭൂമി അധിവസിക്കുന്നതിനായിട്ട് തന്നിരിക്കുന്നത്, തലമുറകൾക്കായിട്ടാണ് തന്നിരിക്കുന്നത്. എല്ലാ ജനതകൾക്കും ഇവിടെ ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കുമായിട്ട് നൽകിയിരിക്കുന്നു. ക്രിസ്മസിൻ്റെതായ സന്തോഷവും ഇതുപോലെയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ള സന്തോഷമല്ല, സർവ്വജനതകൾക്കുമുള്ള സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ സർവ്വജനതകൾക്കും സർവ്വജീവജാലങ്ങൾക്കും നൽകിയത്. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും പറവുകൾക്കും എല്ലാം കൂടി നൽകിയതാണ്. ഇവിടെയാണ് സമാധാനപരമായ സഹവർത്തിത്വം എന്ന് പറയുന്നത്. നിർബന്ധപൂർവമായ ഒരു സഹവർത്തിത്വമല്ല, അടിച്ചേൽപ്പിക്കുന്ന ഒരു സഹവർത്തിത്വമല്ല. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ന്യായവും നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഇവിടെ സമാധാനപരമായ സഹവർത്തിത്വം എന്ന് പറയുന്ന ലക്ഷ്യം കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സമാധാനപരമായ ഒരു സഹവർത്തിത്വം എന്ന് പറയുന്നത്, എല്ലാവരും സമാധാനത്തിൽ കഴിയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഇത്തരം നിരവധി മൃഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പലതും വന്യമൃഗങ്ങളാണ്, ഹിംസജന്തുക്കളാണ്. എന്നാൽ സാധുക്കളായ മൃഗങ്ങളുണ്ട്. ഇവരെല്ലാവരും നിർബന്ധപൂർവ്വം ഒരു പ്രദേശത്ത് കഴിയുന്നുവെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ പിടിച്ച് തിന്നും എന്നതിന് യാതൊരു സംശയവുമില്ല. ചില മാത്രം ജീവിക്കും, ചിലര് ജീവൻ നഷ്ടപ്പെടും. ഇവർ ഒരുമിച്ച് കഴിയുന്നു, ഒരേ സ്ഥലത്ത് കഴിയുന്നു. അവിടെ സാമൂഹ്യ നീതി നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ദൈവരാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ദൈവരാജ്യം എല്ലാവർക്കുമായിട്ട് മഹത്വം നൽകി. ദൈവത്തിന്റെ സൃഷ്ടിയായ ഭൂമി എല്ലാവർക്കും നൽകിയിരിക്കുന്നു. ഇവിടെ ജന്തുജാലങ്ങളും മനുഷ്യരും എല്ലാം ഒരുമിച്ച് പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും കരുതലിലും കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് ദൈവരാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന്റെ ഒരു പരിച്ഛേദമാണ് സഭ. സഭയിലെ സമാധാനവും സന്തോഷവും പരസ്പര വിശ്വാസവും കരുതലും എല്ലാം ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ അവസ്ഥ ഉണ്ടാകും. അവിടെയാണ് സന്തോഷവും സമാധാനം ഉണ്ടാകും, നീതി ഉണ്ടാകും. സമൂഹത്തിൽ വലിപ്പ ചെറുപ്പവും എല്ലാം ഉണ്ട്. പണമുള്ളവര്, പണമില്ലാത്തവര്, കഴിവുള്ളവര്, കഴിവില്ലാത്തവര്, വലിയ വീടുള്ളവര്, ചെറിയ വീടുള്ളവര്, ജോലിയുള്ളവര്, ഇല്ലാത്തവര്, കൃഷിക്കാര്, ഗവൺമെന്റ് ജോലിക്കാര്, കറുത്തവര്, വെളുത്തവര്, എല്ലാവരും ഉണ്ട്. സമൂഹത്തിലെ എല്ലാവരും നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. എന്നാൽ ഇവരെല്ലാവരും ദൈവവുമാകെ ഒന്നാണ് എന്ന ചിന്തയോടുകൂടി കഴിയുകയാണെങ്കിൽ ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാതെ, ഇല്ലാത്ത സമാധാനത്തെ വർണ്ണിക്കാതെ, സമാധാന സ്ഥാപനത്തിനായിട്ട് ഓരോരുത്തരും മനഃപൂർവ്വം പ്രവർത്തിക്കുന്നവരാകാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയാണ് ദൈവരാജ്യത്തിന്റെ അവസ്ഥ, ദൈവരാജ്യത്തിന്റെ വളർച്ച നമുക്ക് കാണാനായിട്ട് കഴിയുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഈ മാതൃക നമ്മെ പഠിപ്പിക്കുന്നത്, ഈ അന്ധകാര ലോകത്തിൽ വെളിച്ചമുണ്ട്, അതേസമയത്ത് അന്ധകാരവുമുണ്ട്. ഈ അന്ധകാര ലോകത്തിൽ അന്ധകാരം കൊണ്ട് അന്ധകാരത്തെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. അന്ധകാരത്തെ തോൽപ്പിക്കണമെങ്കിൽ വെളിച്ചം കൊണ്ട് മാത്രമേ സാധിക്കൂ. വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് തോൽപ്പിക്കാനായിട്ട് സാധിക്കും. ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് തോൽപ്പിക്കാനായിട്ട് സാധിക്കും. അത് സ്നേഹം കൊണ്ട് മാത്രമേ തോൽപ്പിക്കൂ.
തിന്മയെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. അടിക്ക് തിരിച്ചടി എന്ന് പറയാം. അതുകൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല, അടി തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അടി നിൽക്കണമെങ്കിൽ അവിടെ സ്നേഹം ഉണ്ടാകേണ്ടത് ആവശ്യം. എന്നാൽ മാത്രമേ തടിപ്പിച്ച മൃഗവും കൊലാട്ടും ചെമ്മരിയാടും സിംഹത്തോടും മണലിയോടും കരടിയോടും എല്ലാം ഒരുമിച്ച് കഴിയാനായിട്ട് കഴിയുകയും ഒരേയിടത്ത് കഴിയാനിടയാണ്. നമുക്കറിയാം, ഒന്നിന്റെ ഭക്ഷണ വസ്തുവാണ് മറ്റൊന്ന് ഈ മൃഗങ്ങൾ. എന്നിട്ടും അവർ ഒരുമിച്ച് കഴിയാൻ കഴിയുന്നുവെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ നാളുകളിൽ സമാധാനം സ്ഥാപിക്കുന്നവരായിട്ട് നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണം, നമ്മുടെ ഉള്ളിൽ നല്ല ചിന്തകൾ ഉണ്ടാകണം, നന്മയുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവം നമ്മുടെ ഉള്ളിൽ പിറക്കണം. നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ തുറന്നു കൊടുത്താൽ മാത്രമേ ഇത് സംഭവിക്കൂ. നമ്മുടെ മനസ്സുകൾ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുമ്പാകെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ പിറക്കും. ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. അത് നമ്മുടെ ഉള്ളിൽ മാത്രം ഒഴുകിക്കൂടുന്നില്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകി മറ്റുള്ളവർ അത് അനുഭവിക്കാനായിട്ട് ഇടയാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന. ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും യുദ്ധക്കെടുതികളുടെയും മധ്യേ സ്നേഹത്തിൻ്റെ സുവിശേഷവുമായിട്ട് നമുക്ക് നിലകൊള്ളാം. വെറുപ്പിൻ്റെ സുവിശേഷം അത് സുവിശേഷം എന്ന് പറയാൻ പറ്റുകയില്ല. സ്നേഹത്തിൻ്റെ സുവിശേഷം, കരുതലിൻ്റെ സുവിശേഷം, അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും വളരെ അനുഗ്രഹീതമായ ഒരു ക്രിസ്മസും പുതുവത്സരം 2024 ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ ദൂരം യാത്ര ചെയ്തുകൊണ്ട് വന്നവരാണെന്ന് എനിക്കറിയാം. പയ്യന്നൂർ മുതൽ പാലക്കാട് വരെയും അതുപോലെ തന്നെ പടിഞ്ഞാറത്തനെയും മറ്റ് ഇടങ്ങളിൽ നിന്ന് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പറഞ്ഞിട്ടില്ല, ജില്ലയിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട്. ബീച്ച് ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുകയാണ്. ഈ വർഷം നമുക്ക് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഈ ദിവസങ്ങളിലും വരുന്ന നാളുകളിലും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ആരോഗ്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ വർഷം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവപുത്രൻ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്മസ് ഒരു പുതിയ അനുഭവമായിട്ട് തീരാൻ നമുക്കിടയാണ്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സഹായിക്കും.